ഇങ്ങനെ ആ പാട്ട് പാടണം. പക്ഷെ അയ്യോ അബദ്ധമായി. വീട്ടിലിടയ്ക്കിടയ്ക്ക് വരില്ല ഒരു അങ്കിൾ. പക്ഷേ ആ ബാലഭാസ്കറിനൊരു കാര്യം പറഞ്ഞിട്ടേ, ഇത് ആരും പറയാത്തൊരു കാര്യം, ആരും പറഞ്ഞു തരാത്തൊരു കാര്യം. എന്തിനാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്? അതാണ് ആരും പറഞ്ഞു തരാത്തത്. ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നല്ല ചീത്ത പറയായിരുന്നു. ചെറുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 80-90 കാലഘട്ടത്തിൽ കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും അച്ഛനും അമ്മയും മക്കളെ ചീത്ത പറയുന്നുണ്ടോ? അത് ചീത്ത പറയുന്നുണ്ടെങ്കിൽ അത് നന്നാവാൻ അല്ല പറയണത്, ശരിക്കും ഒരു കേട് വരാനാണ് പറയണത്, അല്ലേ? നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പാപ്പയമ്മി അവരൊക്കെ എന്താ പറഞ്ഞിരുന്നത്? രാവിലെ നേരത്തെ എണീറ്റിട്ടില്ലെങ്കിൽ ചൂലും കെട്ടുകൊണ്ട് അടിക്കും പെണ്ണുങ്ങളെ. അതേമാതിരി ആണുങ്ങളെ വെച്ചാൽ അച്ഛൻ വന്നിട്ട് നല്ല വടി എടുത്തിട്ട് ചന്തിക്ക് നല്ല അടി തരും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ വളർന്നതാണ് നമ്മളൊക്കെ. എന്നിട്ട് നന്നായാലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ പഴയ അനുഭവം പറയാണ്, ഞാൻ ഇതിൽ നന്നാവണേനും കേടുവരുന്നതിനെ കുറിച്ചും പറയല്ലോ കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെയും ഇന്നത്തെയും വാക്കുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിരുന്ന വാക്കുകൾ നമുക്ക് ഉള്ളിൽ കൊള്ളുമായിരുന്നില്ല. അത് ആ പറച്ചിലോട് കൂടി വിടും നമ്മൾ. ഇന്ന് അങ്ങനെയല്ല കേട്ടോ. അതായത് അന്നത്തെ അച്ഛനും അമ്മയ്ക്കും ഇന്നിപ്പോൾ ഏകദേശം ഒരു 10-70 വയസ്സിൻ്റെ ഉള്ളിൽ, 70 വയസ്സിൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ടാവും. ഇപ്പം പറയുന്ന അച്ഛനും അമ്മയും ഡാഡി മമ്മി അവർക്കൊന്നും എന്താ പറയുക, അവർക്കൊന്നും വയസ്സായിട്ടില്ല. അതായത് ഇപ്പോൾ അവരെ വയസ്സ് ഏകദേശം 35, 27 അങ്ങനെയൊക്കെയാണ് കാണുന്നത്. 35 മേലെ എന്തായാലും പോവില്ല. സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് എന്താ അറിയോ, നമ്മൾ ബാലഭാസ്കർ, വയലിൻ ബാലഭാസ്കർ ഉണ്ടായിരുന്നില്ലേ, മൂപ്പര് മരിച്ചുപോയി. കാർ ആക്സിഡൻറ്റിൽ പെട്ടിട്ട് മൂപ്പര് മരിച്ചുപോയി. അപ്പോൾ അതിന്ന് കേശവൻ മാഷ് എന്ന് പറയുന്നത് കേസ് പിന്നെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് മൂപ്പര് അച്ഛൻ വന്നിട്ട് പിന്നെ മകൻ്റെ കൊലപാതകമാണ്, അതിൽ സംശയമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഇതിൽ 2 കാര്യം നമുക്ക് ചിന്തിക്കാം കേട്ടോ. ഒന്നെങ്കിൽ അത് വെറും ഒരു തുടർ കഥയാവാം, അതായത് ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാവാം, അല്ലെങ്കിൽ അത് ശരിക്കും സത്യമാവാം. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വിശ്വാസമുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു രൂപ കോയിൻസ് എടുക്കുക, എന്നിട്ട് അത് കയ്യിൻ്റെ ഉള്ളിലിട്ടിട്ട് നല്ലോണം കിലുക്കുക, എന്നിട്ട് കണ്ണടച്ചിട്ട് ടോസ് ചെയ്യാം. ഹെഡ് ഉണ്ടായാലും നമ്മൾ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുമ്പോൾ ഹെഡ് ഉണ്ടായാലും ഇടലില്ലേ, അതേപോലെ മേലേക്ക് ഇട്ടിട്ട് ഒറ്റപ്പെടുത്താം. എന്നിട്ട് തുറന്നു നോക്കുമ്പോൾ ഹെഡാണ് അത് നിങ്ങളുടെ ഇത് കേട്ടോ, ഹെഡ് ഉണ്ടായാലും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി നിങ്ങൾ. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാം കേട്ടോ. പിന്നെ എന്താ അറിയോ, നമ്മൾ നമ്മുടെ മുന്നിൽ പോണതേ ഹയുണ്ടായിൻ്റെ വണ്ടിയാണ്. ഹയുണ്ടായി വരില്ല. നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരില്ല. പിന്നെയും ചോദിക്കാനും വരണ എത്ര ലക്ഷം ഉറുപ്പിയുടെ വണ്ടിയാണ്. പക്ഷെ അതൊക്കെ എന്താ ഇന്ത്യൻ മോഡലാണ്. ഇന്ത്യൻ മോഡൽ പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇന്ത്യയിൽ ഫുള്ളും പിന്നെ ലോക്കൽ, അതായത് ഒറിജിനൽ സാധനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ പോണ വണ്ടി ചെറുതായിട്ട് തട്ടിയാൽ മതി, അതിൻ്റെ ഒരു സൈഡ് പൊളിഞ്ഞാണ് പോരും. നേരെ മറിച്ച് വിദേശ സാധനമാണെങ്കിൽ, വിദേശത്തുള്ള കമ്പനി സാധനമാണെങ്കിൽ മറ്റേ വണ്ടിയുടെ സാധനമാകും പോവാം. അതാണ് ഇന്ത്യൻ മെയ്ഡും വിദേശ മെയ്ഡും തമ്മിലെ വ്യത്യാസം. എന്താ ഓരോ വണ്ടികളുടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞോടത്തുനിന്ന് തുടങ്ങാം, നിർത്തിയോടത്തുനിന്ന് തുടങ്ങാം. നമ്മുടെ ബാലഭാസ്കർ സാറ് മരിച്ചു. അദ്ദേഹം പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പഴയ ആ വയലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ച് തരാം.
അച്ഛനെ പിന്നെ സംശയാസ്പദമായിട്ടാണ് അത് കൊലപാതകമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ മൂപ്പര് പുറത്ത് കൊണ്ടുവരുന്നത്. ഇതിന് മുന്നേയും മൂപ്പർക്ക് അത് ചെയ്യായിരുന്നു. പക്ഷേ അന്ന് സമ്മർദ്ദം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് പോകുന്തോറും നമുക്ക് ഭയങ്കര സമ്മർദ്ദമാവും. അതേപോലെ ഉള്ള സമ്മർദ്ദത്തിലായിരിക്കും അന്ന്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, മൂപ്പര് ഡ്രൈവറുണ്ട്, ബാലഭാസ്കർ സാറിൻ്റെ ഡ്രൈവറുണ്ട്, അർജുൻ എന്നാണ് മൂപ്പരെ പേര്. അപ്പോൾ മൂപ്പര് അർജുനെ ആണ് കൊല്ലിച്ചത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ ചിന്തിക്കാം. നിങ്ങൾ ഒന്നുകിൽ ടോസ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാം. അപ്പോൾ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഒരാളെ ഇപ്പം യാത്ര ചെയ്യാണ്, അല്ലെങ്കിൽ ഒരാളുടെ സ്ഥിരമായിട്ടുള്ള ഡ്രൈവറാണെങ്കിൽ എനിക്ക് അയാൾ ആരുമായിട്ട് ബന്ധപ്പെടണോ, ആരൊക്കെയാണ് സംസാരിക്കണത്, ഏതൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട്, ഏത് വിധത്തിലാണ് അയാൾ ബന്ധം സ്ഥാപിക്കുന്നത്, ആരോടൊക്കെ പിണക്കുണ്ട്, ആരൊക്കെയാണ് ശത്രുക്കൾ എന്നുള്ള എല്ലാ കാര്യവും എനിക്കറിയാം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇതിൽ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു പങ്കിൽ ഈ അർജുൻ എന്ന് പറഞ്ഞ ആളെ കേസും ഇതൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. പക്ഷേ ആ ബാലഭാസ്കർ സാറിൻ്റെ മനസ്സ് നമുക്ക് സമ്മതിച്ചു കൊടുക്കണ്ടോ. എന്തായാലും ഈ ഡ്രൈവിങ്ങിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വരില്ലല്ലോ എന്ന് കരുതിയിട്ടാവും മൂപ്പര് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ചിലപ്പോൾ അന്ന് പോകുന്ന സമയത്ത് ആ മരണത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള യാത്രയിൽ ചിലപ്പോൾ അവരുടെ കാറിൽ സ്വർണ്ണം ഉണ്ടായിരിക്കാം, അതും പറയാൻ പറ്റില്ല. അങ്ങനെ എന്തോ ഒരു ചതി അവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. സെക്കൻഡ് നേരത്തിന് സ്വഭാവം മാറുന്ന ജീവിതമാണ് ഓരോ ആളുകളുടെയും സ്വഭാവം. അപ്പോൾ നിങ്ങളെന്തായാലും ചിന്തിച്ച് ജീവിക്കുക.